എക്കോസിസ്റ്റം എന്ന് പറഞ്ഞ ചാപ്റ്റർ +2 ബോട്ടണിയിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണല്ലോ. എല്ലാവരും സിമ്പിൾ ആയിട്ട് കരുതുന്ന ചാപ്റ്ററാ. സിമ്പിൾ തന്നെയാണ് കേട്ടോ മക്കളെ. അതിലെ ചില ക്വസ്റ്റ്യൻസ് എപ്പോഴും റിപ്പീറ്റഡാ. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാമോ? അറിയാമെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കുക. അറിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം തന്നെ ഇപ്പൊ തന്നെ പഠിച്ചോ മക്കളെ. അപ്പൊ നമുക്ക് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മുടെ വീഡിയോ അങ്ങ് തുടങ്ങിയാലോ. പഞ്ചാറ് മുഞ്ചാറുകളെ മൊഞ്ചന്മാരെ മൊഞ്ചത്തുകളെ തക്കുടുകളെ എൻ്റെ എല്ലാം ആയവരെ, അടുത്ത എക്സാം നമ്മുടെ ബയോളജിയാ. ഗ്യാപ്പ് കുറെ ഉണ്ട്, ഉഴപ്പാൻ നിൽക്കണ്ട കേട്ടോ. എക്കോസിസ്റ്റത്തിലെ ആദ്യത്തെ ചോദ്യം, ഇതിലേതാണ് ഡീകമ്പോസിഷനെ ഫാസ്റ്റ് ആക്കുക? അതിനു മുമ്പ് നിങ്ങൾ എന്താ ഡീകമ്പോസിഷൻ? ജീർണിപ്പിക്കുക. സ്റ്റെപ്പുകൾ ഏതൊക്കെ? ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ, മിനറലൈസേഷൻ. ഈ 5 സ്റ്റെപ്പ് ഓർക്കണേ. 5 സ്റ്റെപ്പ് ഓർക്കണം. ഇതില് ഡീകമ്പോസിഷനെ കൂട്ടുന്ന ഫാക്ടർ ഏതൊക്കെ? ഓക്സിജൻ ഉണ്ടെങ്കിൽ ഡീകമ്പോസിഷൻ കൂടും, ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ഡീകമ്പോസിഷൻ കൂടും, ഹ്യൂമിഡിറ്റി, ഈർപ്പം, നൈട്രജൻ, ഷുഗർ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഡീകമ്പോസിഷൻ കൂടുക ചെയ്യാം. എന്നാലേ ഡെട്രിറ്റസ്, എന്താ ഡെട്രിറ്റസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡീകമ്പോസിഷൻ നടത്തുന്നത് ഏതിന്റെ മുകളിലാണോ അതാ ഡെട്രിറ്റസ്. ഈ ഡെട്രിറ്റസിൽ കൈറ്റിനും ലിഗ്നിനും ഒക്കെ ഉണ്ടെങ്കിലോ, കൈറ്റിനും ലിഗ്നിനും ഒക്കെ ഉണ്ടെങ്കിൽ ഡീകമ്പോസിഷൻ കുറയാ ചെയ്യാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഡീകമ്പോസിഷൻ കൂടും. കൈറ്റിനും ലിഗ്നിനും ഉണ്ടെങ്കിലോ ഡീകമ്പോസിഷൻ കുറയാ സാറേ ചെയ്യാം. സ്റ്റെപ്പ് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഫ്രോഗിന് ലൈന് കാറ്റിനോട്, ഫ്രോഗും ലൈനും കാറ്റും ഇഷ്ടത്തില്ല. ഫ്രോഗിൽ ലൈന് കാറ്റ്, ഫ്രോഗ് ഫ്രാഗ്മെന്റേഷൻ, ലൈന് ലീച്ചിങ്, കാറ്റബോളിസം. കാറ്റിനെ ഹുങ്ക് എന്ന് പറയുക ഹ്യൂമിഫിക്കേഷൻ, മീനിനോട് മിനറലൈസേഷൻ. ഫ്രോഗിന് ലൈന് കാറ്റിനോട്, കാറ്റിന് ഹുങ്ക് മീനിനോട്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇത് ഇത്രയും പഠിച്ചോ എന്നാ പറ. ആരൊക്കെയാ സാറ് ഡീകമ്പോസിഷൻ ഫാസ്റ്റ് ആക്കുക? അല്ല, നൈട്രജൻ ആൻഡ് ഷുഗർ. നൈട്രജനും ഷുഗറും ഉണ്ടെങ്കിൽ എന്താ പറ്റുക സാറേ? നൈട്രജനും ഷുഗറും ഉണ്ടെങ്കിൽ ഡീകമ്പോസിഷൻ ഫാസ്റ്റ് ആകുകയാണ് ചെയ്യുക. ഓക്കെ, ബാക്കി സെല്ലുലോസ് ഒന്നും NCERT പറയുന്നില്ല കേട്ടോ. നൈട്രജൻ ഷുഗർ ഉണ്ടെങ്കിൽ ഡീകമ്പോസിഷൻ ഫാസ്റ്റ് ആകും. ഡിഫൈൻ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി? അടുത്ത നല്ല ക്വസ്റ്റ്യനാ. അതിന് മുമ്പ് നിങ്ങൾ അറിയണം, പ്രൊഡക്ടിവിറ്റി എന്ന് പറയാൻ എന്താ? ഒരു ഓർഗാനിസം ഉണ്ടാക്കുന്ന ബയോമാസ് അല്ലെങ്കിൽ ഓർഗാനിക് മാറ്ററിന്റെ അളവ്. പ്ലാന്റ്സിൽ വരുമ്പോൾ അത് ഗ്ലൂക്കോസ് ആണ് കേട്ടോ. പ്ലാന്റ്സിന്റെ ബയോമാസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി രണ്ടാക്കാം. പ്രൈമറി പ്രൊഡക്ടിവിറ്റി, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. പ്രൈമറി പ്രൊഡക്ടിവിറ്റി വീണ്ടും രണ്ടാക്കാം. എന്താ? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റ്സിന്റെ ഉള്ളിലുള്ള പ്രൊഡക്ടിവിറ്റി. എന്താ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ? കൺസ്യൂമറുകളുടെ ഉള്ളിലുള്ള പ്രൊഡക്ടിവിറ്റി. എന്താ കൺസ്യൂമർ? പ്ലാന്റിനെ തിന്നുന്നവരാണ് കൺസ്യൂമർ. പ്ലാന്റ്സിന്റെ ഉള്ളിലുള്ള പ്രൊഡക്ടിവിറ്റി പ്രൈമറി പ്രൊഡക്ടിവിറ്റി. പ്ലാന്റ്സിനെ തിന്നുന്നവരാരാ? കൺസ്യൂമറാ. കൺസ്യൂമറിന്റെ ഉള്ളിലുള്ള പ്രൊഡക്ടിവിറ്റിയോ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റിയാണ് മക്കളെ. ഇനി അടുത്ത ഈ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയും നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിൽ നിന്ന് റെസ്പിറേഷന് വേണ്ടി ഉപയോഗിച്ച ബയോമാസ് കുറച്ചാൽ മിച്ചമുള്ള ബയോമാസ് ആണ് എന്ത്? NPP. GPP മൈനസ് R ഈക്വൽ ടു NPP. GPP എന്താ? ടോട്ടൽ ബയോമാസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിന്റെ സമയത്ത് പ്ലാന്റ്സ് ലൈറ്റിനെ വലിച്ചെടുത്ത് ഫോട്ടോസിന്തസിസിലൂടെ ഉണ്ടാക്കുന്നോ അതാണ് GPP. ടോട്ടൽ ഉണ്ടാക്കുന്ന ബയോമാസ്. ആര്? പ്ലാന്റ്സ്. എപ്പം? ഫോട്ടോസിന്തസിസിന്റെ സമയത്ത്. ടോട്ടൽ ഉണ്ടാക്കുന്ന ബയോമാസ് സാറ് GPP. ഇതിൽ നിന്ന് കുറച്ച് എനർജി ഉണ്ടാക്കാൻ ഉപയോഗിക്കും. അതാണ് റെസ്പിറേറ്ററി ലോസ്. GPPയിൽ നിന്ന് എത്രയാണോ എനർജി ഉണ്ടാക്കാൻ ഉപയോഗിച്ചത് അതാണ് R, റെസ്പിറേറ്ററി ലോസ്. മിച്ചമുള്ള ഗ്ലൂക്കോസ് ആണ് NPP. നെറ്റ് എന്ന് പറഞ്ഞാൽ മിച്ചമുള്ളത്. GPP മൈനസ് R ഈക്വൽ ടു NPP എന്ന മക്കളെ. എന്തൊക്കെയാ സാറേ പ്രൈമറി പ്രൊഡക്ടിവിറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടറുകൾ? പഠിച്ചു വെക്കാൻ 2 മാർഗം. പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റ്സിന്റെ ഉള്ളിലുള്ള പ്രൊഡക്ടിവിറ്റിയാ. അപ്പൊ പ്ലാന്റ്സിന്റെ ഉള്ളിലുള്ള പ്രൈമറി പ്രൊഡക്ടിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകൾ ഏതൊക്കെ? ഒന്ന്, ആ പ്ലാന്റിന്റെ ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ആ പ്ലാന്റ് നല്ല പോലെ ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന ആളാണെങ്കിലോ നല്ല പോലെ ഗ്ലൂക്കോസ് ഉണ്ടാക്കും. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ എന്താ? ബയോമാസ്. അപ്പൊ GPP കൂടും, പ്രൈമറി പ്രൊഡക്ടിവിറ്റി കൂടും. ഫോട്ടോസിന്തസിസ് ചെയ്യാൻ കഴിവ് കൂടിയാൽ ഉണ്ടാകുന്ന ബയോമാസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കൂടും. അപ്പൊ എന്താ? പ്രൊഡക്ടിവിറ്റി കൂടും. പ്ലാന്റ്സിലെ ബയോമാസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഗ്ലൂക്കോസ് ആട്ടോ മക്കളെ. അടുത്തെന്താ? എക്സ്റ്റേണൽ ഫാക്ടർ, ലൈറ്റ്, ടെമ്പറേച്ചർ, വാട്ടർ, ഇതൊക്കെ ഫോട്ടോസിന്തസിസിന് ആവശ്യമുള്ള സാധനങ്ങളാണ്. പിന്നെ അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ്, ഇതൊക്കെയാണ് മക്കളെ പ്രൈമറി പ്രൊഡക്ടിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകൾ. കരയിലുള്ള എക്കോസിസ്റ്റങ്ങൾ നമ്മൾ എന്താ വിളിക്കുക? ടെറസ്ട്രിയൽ എക്കോസിസ്റ്റങ്ങൾ. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ആയിരിക്കും കൂടുതൽ ആരേക്കാൾ? അക്വാട്ടിക് എക്കോസിസ്റ്റങ്ങളെക്കാൾ പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും. കാരണം എന്താ? ടെറസ്ട്രിയൽ എക്കോസിസ്റ്റങ്ങൾക്കാണ് നല്ല പോലെ ലൈറ്റ് കിട്ടുക. നല്ല പോലെ ലൈറ്റ് കിട്ടിയാൽ നല്ല പോലെ ഫോട്ടോസിന്തസിസ് നടക്കും, നല്ല ഗ്ലൂക്കോസ് ഉണ്ടാകും, പ്രൊഡക്ടിവിറ്റി കൂടും. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റങ്ങൾക്കാണ് അക്വാട്ടിക്കിനേക്കാൾ പ്രൊഡക്ടിവിറ്റി കൂടുതൽ. ഒന്ന് ഓർത്ത് വെച്ചേക്കണം മക്കളെ.
അടുത്ത ഗ്രേസി ഫുഡ് ചെയിൻ, ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ഏതാണ് അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ കാണാവുന്ന ചോദ്യം. അതിന് മുമ്പ് എന്താ ഫുഡ് ചെയിൻ? രണ്ട് ടൈപ്പ് ഉണ്ട്. ഫുഡ് ചെയിന് പ്ലാന്റ്സിൽ നിന്ന് തുടങ്ങിയോ അത് ഗ്രേസിംഗ് ഫുഡ് ചെയിനാ. ഒരു ഫുഡ് ചെയിൻ പ്ലാന്റ്സിൽ നിന്ന് തുടങ്ങിയാൽ ഗ്രേസിംഗ് ഫുഡ് ചെയിനാ. ഗ്രാസ് ഹോപ്പർ ഫ്രോഗ്, ഗ്രാസ് പ്ലാന്റ് ആണല്ലോ. പ്ലാന്റിൽ നിന്ന് തുടങ്ങിയാൽ ഗ്രേസിംഗ് ഫുഡ് ചെയിനാ. ഒരു ഫുഡ് ചെയിൻ തുടങ്ങുന്നത് ഡെട്രിറ്റസ് എന്നാ. ഡെട്രിറ്റസ് എന്ന് പറയുന്നത് ചത്ത അവശിഷ്ടങ്ങൾ, അതാണ് ഡെട്രിറ്റസ്. ഡെട്രിറ്റസിൽ തുടങ്ങിയാൽ ഡെഡ് ഓർഗാനിക് മാറ്റർ ആണ് ഡെട്രിറ്റസ്. ഡെട്രിറ്റസിൽ തുടങ്ങിയാലോ അത് ഡെട്രിറ്റസ് ഫുഡ് ചെയിനാ. പ്ലാന്റിൽ നിന്ന് തുടങ്ങിയാൽ ഗ്രേസി ഫുഡ് ചെയിൻ, ചത്ത ഡെട്രിറ്റസിൽ നിന്ന് തുടങ്ങിയാലോ ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എന്നാ വിളിക്കുക. ഗ്രേസി ഫുഡ് ചെയിൻ കൂടുതൽ എവിടെ കാണുക? വെള്ളത്തില, അക്വാട്ടിക് എക്കോസിസ്റ്റത്തില കൂടുതൽ കാണുക. ടെറസ്ട്രിയൽ കരയിലുള്ള എക്കോസിസ്റ്റങ്ങളാണ് കൂടുതൽ എന്ത് കാണുക? ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ കാണുക. ഗ്രാസ് ഹോപ്പർ ഫ്രോഗ് ഗ്രേസി ഫുഡ് ചെയിൻ എക്സാമ്പിളാ. ഡെട്രിറ്റസിന് പറ. ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എവിടുന്നാ തുടങ്ങുക? ഡെട്രിറ്റസ്, ഡെഡ് ഓർഗാനിക് മാറ്റർ. അവരെ ആരാ തിന്നുക? എർത്തുവം തിന്നും, മണ്ണിരകള്. മണ്ണിര ആരാ തിന്നുക? ബേർഡ്. ഇത് തുടങ്ങിയത് ഡെട്രിറ്റസിൽ നിന്നല്ലേ? അപ്പൊ ഇത് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ആണ്. ഓക്കെ, ഇത് T1 T2 T3. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് ട്രോഫിക് ലെവൽ ആരാ? ഗ്രാസ. ഇവിടുത്തെ ഫസ്റ്റ് ട്രോഫിക് ലെവൽ ആരാ? ഡെട്രിറ്റസ്. ഫസ്റ്റ് ട്രോഫിക് ലെവലോ ഗ്രേസി ഫുഡ് ചെയിൻ ആരാ മക്കളെ വരിക? പ്ലാന്റ്സ് ആണ്. ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ആരാ വരിക? ഡെട്രിറ്റസ് ആ മക്കളെ വരിക. അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ കൂടുതൽ ഏതാ കാണാ? അക്വാട്ടിക്കിൽ ആരാ മക്കളെ കൂടുതൽ കാണാ? ഗ്രേസി ഫുഡ് ചെയിൻ ആണ് അക്വാട്ടിക്കിൽ കൂടുതൽ കാണാ. ടെറസ്ട്രിയൽ എന്ന് വന്നാലോ ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ആയേനെ. മക്കളെ നമ്മൾ വേഗം പറഞ്ഞു കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അതിന് വേണ്ടതെല്ലാം നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണേ. പിരമിഡുകൾ അറിയാലോ. പിരമിഡ് രണ്ട് ഷേപ്പ് ഉണ്ട് സാറേ. അപ്രൈറ്റ് ഉണ്ട്, ഇൻവെർട്ടഡ് ഉണ്ട്. മുകളിലോട്ട് സൈസ് കുറഞ്ഞാൽ അപ്രൈറ്റ്, മുകളിലോട്ട് പോകുമ്പോൾ സൈസ് കൂടിയാൽ ഇൻവെർട്ടഡ്. പിരമിഡ് ഓഫ് എനർജി ഉണ്ട്, പിരമിഡ് ഓഫ് നമ്പർ ഉണ്ട്, പിരമിഡ് ഓഫ് ബയോമാസ് ഉണ്ട്. മൂന്ന് ടൈപ്പ് ഉണ്ടല്ലോ, മൂന്ന് ടൈപ്പ് ഉണ്ട്. പിരമിഡ് ഓഫ് എനർജി നിങ്ങൾ ഏത് എക്കോസിസ്റ്റത്തിന് വരച്ചാലും അപ്രൈറ്റ് ആണ്. കാരണം എന്താ? 10% ലോ ആണ്. പിരമിഡ് ഓഫ് നമ്പർ ചില എക്കോസിസ്റ്റങ്ങളുടെ വരച്ചാൽ അപ്രൈറ്റ് കിട്ടും, ചിലയിടത്ത് ഇൻവെർട്ടഡാ കിട്ടുക. ഇൻവെർട്ടർ എവിടെ കിട്ടുക? ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിലാ. പിരമിഡ് ഓഫ് ബയോമാസ് ഇതേപോലെ അപ്രൈറ്റ് കിട്ടും, ഇൻവെർട്ടർ കിട്ടും. ഇൻവെർട്ടർ എവിടെ കിട്ടുക? അക്വാട്ടിക്കില. പിരമിഡ് ഓഫ് എനർജി ആരുടെ വരച്ചാലും അപ്രൈറ്റാ. പിരമിഡ് ഓഫ് നമ്പറോ ചിലയിടത്ത് അപ്രൈറ്റ്, ചിലയിടത്ത് ഇൻവെർട്ടഡ്. ഇൻവെർട്ടഡ് എവിടെ? ഫോറസ്റ്റിലാ. പിരമിഡ് ഓഫ് ബയോമാസോ ചിലയിടത്ത് അപ്രൈറ്റ്, ചിലയിടത്ത് ഇൻവെർട്ടഡ്. ഇൻവെർട്ടഡ് എവിടെ? അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലാ. ഇത് ഓർത്ത് വെച്ചേക്കണം, ചോദിക്കും. വൈ പിരമിഡ് ഓഫ് എനർജി ഓൾവേസ് അപ്രൈറ്റ്? പറ ഡ്യൂ ടു 10% ലോ. പഠിച്ചു വെച്ചോ. അടുത്ത പിരമിഡ് ഓഫ് നമ്പർ എവിടാണ് ഇൻവെർട്ടഡ് ആകുക? ഫോറസ്റ്റ്. അപ്രൈറ്റ് എവിടാന്ന് ചോദിക്കൂല, ബാക്കി എല്ലായിടത്തും അപ്രൈറ്റാ. പിരമിഡ് ഓഫ് ബയോമാസ് എവിടെ ഇൻവെർട്ടഡ് ആകുക? അക്വാട്ടിക്. ഒന്ന് ഓർത്ത് വെച്ചേക്കണേ, ഓർത്ത് വെക്കണേ. പിരമിഡ് ഓഫ് നമ്പർ വരയ്ക്കാൻ, പിരമിഡ് ഓഫ് നമ്പർ എങ്ങനെ വരയ്ക്കുക? ആദ്യം ഫുഡ് ചെയിൻ എഴുതണം. ഗ്രാസിനെ ആരാ തിന്ന? ഗ്രാസ് ഹോപ്പർ. പിന്നെ ആരാ? ഫ്രോഗ്. പിന്നെ ഏതാ? സ്നേക്ക്. ഇത് ഏത് ഫുഡ് ചെയിൻ മക്കളെ? ഏത് എക്കോസിസ്റ്റത്തിന്റെ? ഗ്രാസ് ലാൻഡിന്റെ. പിരമിഡ് ഓഫ് നമ്പർ എവിടെ ഇൻവേർട്ടഡ് ആകുക? ഫോറസ്റ്റിൽ മാത്രമേ ഇൻവേർട്ടഡ് ആകുള്ളൂ, ബാക്കി എല്ലായിടത്തും അപ്രൈറ്റ് അല്ലേ? അപ്രൈറ്റ് ആണ്. അപ്പൊ ഇവിടെ എന്താ അപ്രൈറ്റ് വരണം? അപ്രൈറ്റ് പറഞ്ഞാൽ എന്താ? മുകളിലേക്ക് പോകുമ്പോൾ സൈസ് കുറയണം, ഇതാണ് അപ്രൈറ്റ്. അപ്പൊ ഇവിടെ ആരാ? ഗ്രാസ് വരണം, ഇവിടെ ഗ്രാസ് ഹോപ്പർ വരണം, ഫ്രോഗ് വരണം, ഏറ്റവും മുകളിൽ ആര് വരണം സാറേ? സ്നേക്ക് വരണം. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. പിരമിഡ് ഓഫ് നമ്പർ വരയ്ക്കാനല്ലേ പറഞ്ഞത്. ഈ തന്നിരിക്കുന്ന ഫുഡ് ചെയിൻ ആരുടെയാ? ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റമാ. ഗ്രാസ് ലാൻഡിലൊക്കെ അപ്രൈറ്റ് വരച്ച് വെച്ചാൽ മതി. ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിന്റെ ഫുഡ് ചെയിൻ തന്നാൽ അവിടെ പിരമിഡ് ഓഫ് നമ്പർ ഇൻവേർട്ടഡ് ആകും. ബാക്കി എല്ലാത്തിനെയും തന്നാലും അപ്രൈറ്റാ. ഇവിടെ തന്നിരിക്കുന്ന ഗ്രാസ് ലാൻഡ് അല്ലേ? ഗ്രാസ് ലാൻഡിലൊക്കെ എന്താ? അപ്രൈറ്റാ. ഫോറസ്റ്റിൽ മാത്രമേ പിരമിഡ് ഓഫ് നമ്പർ ഇൻവേർട്ടഡ് ആകൂ. അതുകൊണ്ട് ഞാൻ നേരെ വരച്ചങ്ങ് വെച്ചു. എന്ത് ഇത് ഇൻവേർട്ടഡ് അല്ലേ വരച്ച് വെച്ചേക്കണം. ഇവിടെ വരക്കേണ്ട അപ്രൈറ്റ് ആട്ടോ. ഇവിടെ വരക്കേണ്ട ഇവിടെ മക്കളെ അപ്രൈറ്റ് വരച്ച് വെക്കണം. അപ്പൊ ആദ്യം ആരെ വരയ്ക്കണം? പ്ലാന്റിന് വേണം ആദ്യം അടയാളപ്പെടുത്താൻ. ഗ്രാസ്. പിന്നെ ആരാ? ഹെർബിവോർ. ഗ്രാസിനെ കഴിക്കുന്ന ആരാ? ഗ്രാസ് ഹോപ്പർ. പിന്നെ ഫ്രോഗ്, പിന്നെ സ്നേക്ക്. മുകളിലോട്ട് അടയാളപ്പെടുത്തുക. പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ മറൈൻ. മറൈൻ എന്ന് പറഞ്ഞാൽ അക്വാട്ടിക്. അക്വാട്ടിക്കിൽ എന്താ? പിരമിഡ് ഓഫ് ബയോമാസ് എന്താ? അക്വാട്ടിക്കിൽ എന്താ? ഇൻവേർട്ടഡ് ആണ്. അക്വാട്ടിക്കിൽ ഇൻവേർട്ടഡ് ആണ്. അടുത്ത ലിമിറ്റേഷൻ എന്താ? പിരമിഡിന്റെ ലിമിറ്റേഷൻ എന്താ? പിരമിഡിന്റെ ലിമിറ്റേഷൻ പഠിച്ചു വെച്ചോ. എന്താ പിരമിഡിന്റെ ലിമിറ്റേഷൻ? ഡീകമ്പോസറുകൾക്ക് പിരമിഡിൽ റോളില്ല. ബാക്ടീരിയ, ഫംഗസ് പോലുള്ള ഡീകമ്പോസേഴ്സിന് പിരമിഡിൽ റോളില്ല. നോ റോൾ ഫോർ ഡീകമ്പോസേഴ്സ്. അടുത്തെന്താ? നോ റോൾ ഫോർ ഒമിനിവോർ. ഒമിനിവോറുകൾ എന്താ? ഒമിനിവോറുകൾ പ്ലാന്റ്സ്, ആനിമൽസും വെജ് നോൺ വെജ് കഴിക്കുന്നവരെ ഒമിനിവോർ. ഒമിനിവോറുകൾക്ക് പിരമിഡിൽ റോൾ ഇല്ല. അടുത്തെന്താ? ഡസ് നോട്ട് അക്കോമഡേറ്റ് ഫുഡ് വെബ്. ഫുഡ് ചെയിൻ വരയ്ക്കാൻ, പിരമിഡ് വരയ്ക്കാൻ നമ്മൾ ഫുഡ് ചെയിനെ ഉപയോഗിക്കുക, ഫുഡ് വെബിനെ അല്ല. ലോകത്ത് ഫുഡ് ചെയിനേക്കാൾ കൂടുതൽ കാണുന്ന ഏതാ? ഫുഡ് വെബിനെയാ. ലോകത്ത് കൂടുതൽ കാണുന്ന ഫുഡ് വെബിനെ പരിഗണിച്ചില്ല, ഫുഡ് ചെയിനെ പരിഗണിച്ചിട്ടാണ് നമ്മൾ പിരമിഡ് വരച്ചേക്കണത്. അത് ന്യായമാണോ? അല്ല സാറേ, ന്യായമല്ലല്ലോ. ഏറ്റവും കൂടുതൽ കാണുന്നത് ഫുഡ് ചെയിനേക്കാൾ ഫുഡ് വെബ് അല്ലേ? ഫുഡ് വെബിനെ പിരമിഡിൽ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഡീകമ്പോസേഴ്സിന് ഉൾപ്പെടുത്തി
ഉൾപ്പെടുത്തിയിട്ടില്ല, ഒമിനിവോറുകളെ ഉൾപ്പെടുത്തിയിട്ടില്ല, ഫുഡ് വെബിനെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല മക്കളെ. എത്ര ഓർത്ത് വെക്കുക. ഫുഡ് ചെയിനുകൾക്കിടയിലുള്ള കണക്ഷന്റെ പേരെന്താ? ഫുഡ് ചെയിനുകൾ കണക്ട് ആകുകയാണെങ്കിൽ വിളിക്കുന്ന പേരാണ് ഫുഡ് വെബ്. ഫുഡ് ചെയിൻ കണക്ട് ആയാൽ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഫുഡ് വെബ് എന്ന മക്കളെ വിളിക്കുക. GFC DFC നമ്മളെ വ്യത്യാസം അറിയാലോ. ഇത് കണ്ടോ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഫ്രാഗ്മെന്റേഷൻ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതർ സ്റ്റെപ്പുകൾ ഏതൊക്കെ? ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഡിഫിക്കേഷൻ, മിനറലൈസേഷൻ. പിരമിഡ് ഓഫ് എനർജി ഓൾവേസ് സെപ്പറേറ്റ്. എന്തുകൊണ്ടാ? 10% ലോഗുണ്ട്. വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ഹൈറ്റ്, വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് എന്നാണ് അർത്ഥം. ഹൈറ്റിന്റെ ബേസിൽ ഓർഗാനിസങ്ങളെ എക്കോസിസ്റ്റത്തിൽ തരംതിരിക്കുന്നതിന്റെ പേരെന്താ? സ്ട്രാറ്റിഫിക്കേഷൻ എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? പറ. സ്ട്രാറ്റിഫിക്കേഷൻ എന്നാ വിളിക്കുക. ഈ കോഴ്സൊക്കെ നമ്മൾ ചെയ്താണല്ലോ. സ്ട്രാറ്റിഫിക്കേഷൻ എന്നാ വിളിക്കുക മക്കളെ. അടുത്ത പറ സാറേ. എല്ലാ എക്കോസിസ്റ്റത്തിന്റെയും സോഴ്സ് ആരാ? എനർജി സോഴ്സ് സണ്ണ. എല്ലാ എക്കോസിസ്റ്റത്തിനും എനർജി സോഴ്സ് സണ്ണ. പക്ഷെ ഒരു എക്കോസിസ്റ്റം മാത്രം ഒഴികെ. ആരാ? ഡീപ്പ് സീ ഹൈഡ്രോതെർമൽ എക്കോസിസ്റ്റം. ഡീപ്പ് സീ എന്ന് പറഞ്ഞാൽ കടലിന്റെ അടിഭാഗം. കടലിന്റെ അടിഭാഗം എന്ന് പറഞ്ഞാൽ ഒരു എക്കോസിസ്റ്റമാ. കടലിന്റെ അടിഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഡീപ് സീ ഹൈഡ്രോതെർമൽ എക്കോസിസ്റ്റം. ഈ എക്കോസിസ്റ്റത്തിന്റെ എനർജി സോഴ്സ് സണ്ണല്ല, കീമോസിന്തറ്റിക് ബാക്ടീരിയകളാണ് ഇവിടുത്തെ എനർജി സോഴ്സ്. മുകളിൽ വരെ എല്ലാടാ ലൈറ്റ് കിട്ടുള്ളൂ, താഴേക്ക് ലൈറ്റ് കുറഞ്ഞു പോവല്ലോ. അപ്പൊ ഇവിടേക്ക് ലൈറ്റ് എത്തിച്ചേരില്ല. അപ്പൊ ഇവിടുത്തെ എനർജി സോഴ്സ് ആരല്ല സാറേ? സണ്ണല്ല സ്വാറേ. സ്വാറേ എന്നല്ല സാറേ. മുകളിൽ വരെ സൺ ലൈറ്റ് കിട്ടൂ, താഴത്തെ എനർജി സോഴ്സ് സൺ അല്ല. അപ്പൊ സണ്ണ് എനർജി സോഴ്സ് അല്ലാത്ത എക്കോസിസ്റ്റം ഏതാ? ഡീപ് സീ ഹൈഡ്രോതെർമൽ എക്കോസിസ്റ്റം. ഇതിൽ ഏതാണ് അറേഞ്ച് ചെയ്യാൻ? ഇങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് ട്രോഫിയിൽ എഴുതാൻ ചോദിച്ചാൽ ആദ്യം ഫുഡ് ചെയിൻ എഴുതി വെക്കാം. ഫുഡ് ചെയിൻ എപ്പോഴും പ്ലാന്റിൽ നിന്ന് വേണം തുടങ്ങാൻ. ഇവിടുത്തെ പ്ലാന്റ് ആരാ? ആദ്യം പ്ലാന്റിൽ നിന്ന് വേണം തുടങ്ങാൻ. പിന്നെ ആരെ ഉൾപ്പെടുത്തണം? പിന്നെ നമ്മൾ ഹെർബിവോറിനെ ഉൾപ്പെടുത്തണം. പിന്നെ ആരെയാ? പ്രൈമറി കാർണിവോറിനെ ഉൾപ്പെടുത്തണം. പിന്നെ ആരെയാ? സെക്കൻഡറി കാർണിവോറിനെ ഉൾപ്പെടുത്തണം. ഇതിൽ പ്ലാന്റ് ആരാ മക്കളെ? ഫൈറ്റോ പ്ലാന്റിനാ. ഫൈറ്റോ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ആനിമൽ അല്ല, അത് പ്ലാന്റാ. ഫൈറ്റോ പ്ലാന്റ്. അവിടുത്തെ ഹെർബിവോർ ആരാ? സൂപ്ലാന്റനാണ്. സൂപ്ലാന്റിനെ തിന്നുന്നവരാരാ? ഫിഷുകളാ. ഫിഷിനെ തിന്നുന്നവരാരാ? മാനാണ്. ഫിഷിനെ തിന്ന മാനാ. അപ്പൊ ആദ്യം നമ്മൾ ഫുഡ് ചെയിൻ എഴുതി വെച്ചു. തന്ന ഡീറ്റെയിൽസിൽ നിന്ന് ഫുഡ് ചെയിൻ എഴുതി വെച്ചു. ഇനി നേരെ ട്രോഫിക് ലെവൽ അടയാളപ്പെടുത്തിയാൽ മതി. ആദ്യത്തെ ആള് T1, രണ്ടാമത്തെ ആള് T2, മൂന്നാമത്തെ ആള് T3, നാലാമത്തെ ആള് T4. ഫുഡ് ചെയിൻ ഉണ്ടാക്കി കഴിഞ്ഞ് തന്ന ഡീറ്റെയിൽസ് വെച്ച് ഫുഡ് ചെയിൻ ഉണ്ടാക്കുക. നേരെ T1, T2, T3 അങ്ങ് എഴുതി വെക്കുക. അപ്പൊ ഫസ്റ്റ് ട്രോഫിക് ലെവൽ ആരാ വരിക? ഫൈറ്റോ പ്ലാന്റ്. സെക്കൻഡ് ആരാ? സൂപ്ലാന്റ്. തേർഡ് ട്രോഫിക് ലെവൽ ആരാ? ഫിഷ്. ഫോർത്ത് ട്രോഫിക് ലെവൽ ആരാ? മാന്. ഇങ്ങനെ കൂടെ എടുത്തെഴുതണം കേട്ടോ. ഓരോ ട്രോഫിക് ലെവൽ ആരാന്നും കൂടെ എടുത്തെഴുതണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട്. എന്താണെന്നറിയില്ല, സിമ്പിൾ ക്വസ്റ്റ്യനാ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കുറേ വട്ടം വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേതാ സാറേ? പ്രൈമറി പ്രൊഡ്യൂസർ. പ്രൈമറി പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ അവരെന്തായിരിക്കണം? പ്ലാന്റ്സ് ആയിരിക്കണം. പ്രൈമറി പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ആയിരിക്കണം. സെക്കൻഡറി പ്രൊഡ്യൂസർ ഹെർബിവോർ ആയിരിക്കണം. ടേർഷ്യറി പ്രൊഡ്യൂസർ പ്രൈമറി കാർണിവോർ ആയിരിക്കണം. കൊട്ടനറി പ്രൊഡ്യൂസർ എന്തായിരിക്കണം? സെക്കൻഡറി കാർണിവോർ ആയിരിക്കണം. പ്രൈമറി പ്രൊഡ്യൂസർ പറഞ്ഞാൽ പ്ലാന്റ്. ഇതിൽ ആരാ പ്ലാന്റ്? സൂപ്ലാന്റൻ അല്ല, കൗ അല്ല, മാൻ അല്ല. പ്ലാന്റ് ആരാ? ഗ്രാസ്. ഇതിലെ പ്രൈമറി പ്രൊഡ്യൂസർ ആരാ? ഗ്രാസാ സാറേ. അടുത്തത്, ഇത് ഏത് ടൈപ്പ് പിരമിഡ് ആണ്? ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് പിരമിഡ്. റീസൺ ഔട്ട്. ഇത് ഇൻവേർട്ടഡ് ആകാൻ കാരണം എന്താന്നൂടെ? എന്താ ഇത് ഏത് ടൈപ്പാന്ന് ആദ്യം മനസ്സിലാക്കണമെങ്കിൽ, ഒരു പിരമിഡ് തന്നിട്ട് അത് ഏത് ടൈപ്പാന്ന് മനസ്സിലാക്കണമെങ്കിലേ അവിടുത്തെ യൂണിറ്റ് നോക്കിയാൽ മതി. ഇവിടുത്തെ ലെറ്റർ എത്ര? 421. ഇവരുടെ യൂണിറ്റ് എത്ര? kg/m². ഒരു പിരമിഡിന്റെ അടുത്തുള്ള യൂണിറ്റ്, സംഖ്യകളുടെ യൂണിറ്റ് ജൂൾ ആണെങ്കിൽ എഴുതി വെച്ചോ, അത് പിരമിഡ് ഓഫ് എനർജിയാ. ഒരു പിരമിഡിന്റെ അടുത്തുള്ള സംഖ്യകളുടെ യൂണിറ്റ് kg/m² എന്നോ ഡ്രൈ വെയിറ്റ് എന്നൊക്കെ എവിടെ കണ്ടാലും എഴുതി വെച്ചോ, പിരമിഡ് ഓഫ് ബയോമാസ. ഒരു പിരമിഡിന്റെ അടുത്തുള്ള സംഖ്യകൾക്ക് യൂണിറ്റ് ഇല്ലാന്നിരിക്കട്ടെ, യൂണിറ്റ് ഇല്ലെങ്കിൽ അത് പിരമിഡ് ഓഫ് നമ്പറാ. നമ്പറുകൾക്ക് യൂണിറ്റ് പറയാറില്ലല്ലോ നമ്മള്. അപ്പൊ അവിടെ kg/m² എന്നുണ്ട് ഈ ചിത്രത്തിൽ. kg/m² എന്നുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പ് പിരമിഡാ സാറേ? പിരമിഡ് ഓഫ് ബയോമാസ്. ഇത് ഏത് ടൈപ്പ് പിരമിഡാ? പിരമിഡ് ഓഫ് ബയോമാസ സാറേ. ഏത് ടൈപ്പ് പിരമിഡാ? പിരമിഡ് ഓഫ് ബയോമാസ. അടുത്തത് റീസൺ. ഇതിന് റീസൺ എന്താണെന്നറിയാമോ? ഇതിന് റീസൺ ഇതാണല്ലോ പ്രൈമറി പ്രൊഡ്യൂസർ. ഇതാണ് പ്രൈമറി പ്രൊഡ്യൂസർ. പ്രൈമറി പ്രൊഡ്യൂസറിനെ തിന്നുന്നവരാരാ? പ്രൈമറി കൺസ്യൂമർ ആണ്. അപ്പൊ നമ്മൾ ആദ്യം ആരുടെ ബയോമാസ വരയ്ക്കുക? ആദ്യം വരയ്ക്കുന്നത് പ്രൈമറി പ്രൊഡ്യൂസറിന്റെ. പിന്നെ മുകളിൽ ആരുടെ വരയ്ക്കുക? പ്രൈമറി കൺസ്യൂമറിന്റെ. ആദ്യം പ്രൈമറി പ്രൊഡ്യൂസറിനെ വരയ്ക്കും, പിന്നെ പ്രൈമറി കൺസ്യൂമറിനെ വരയ്ക്കുക. പ്രൈമറി പ്രൊഡ്യൂസറിന്റെ ബയോമാസിനേക്കാൾ കൂടുതലാണ് ആരുടെ ബയോമാസ്? പ്രൈമറി കൺസ്യൂമറിന്റെ ബയോമാസ്. അതുകൊണ്ടാണ് ഇവന്റെ ബോക്സ് ചെറുതായത്, ഇവന്റെ ബോക്സ് വലുതായത്. ഇത് പിരമിഡ് ഓഫ് ബയോമാസ് ആണല്ലോ. പിരമിഡ് ഓഫ് ബയോമാസിലെ
ഓരോ ബോക്സിന്റെയും സൈസ് ആരെ വെച്ചാ മാറുക? അവരവരുടെ ബയോമാസ് വെച്ച് മാറും. ഇതാണ് പ്രൈമറി കൺസ്യൂമർ സാർ, പ്രൈമറി പ്രൊഡ്യൂസർ. ഇതാരാ? പ്രൈമറി കൺസ്യൂമർ. ഇവന്റെ ബയോമാസ് 100, ഇവന്റെ ബയോമാസ് 180 ആന്നിരിക്കട്ടെ. 100 ആകുമ്പം ഇവന്റെ ബോക്സ് എത്ര? ഇത്രയും വരച്ചാൽ മതി. 100 ആകുമ്പോ ഇത്രയും വരച്ചാൽ മതി. ഇവന്റെ സംഖ്യക്കനുസരിച്ച് വേണം ബോക്സിന്റെ സൈസ് അടയാളപ്പെടുത്താൻ. പ്രൈമറി കൺസ്യൂമറിനെ തൊട്ട് മുകളിൽ വരയ്ക്കണം. അവന് 150 അല്ലേ, അപ്പൊ അവന് കുറച്ചുകൂടെ വലിയ ബോക്സ് വേണം. സംഖ്യക്കനുസരിച്ചല്ലേ ബോക്സിന്റെ സൈസ് മാറ്റേണ്ടത്. അപ്പൊ ആദ്യത്തെ പ്രൈമറി പ്രൊഡ്യൂസറിന്റെ ബയോമാസ് 100, പ്രൈമറി കൺസ്യൂമറിന് എന്താ 180. ബയോമാസ് കൂടി, ബയോമാസ് കൂടുമ്പോൾ എന്താ പറ്റുക? മുകളിലോട്ട് ബോക്സിന്റെ സൈസും കൂടും. മുകളിലോട്ട് സൈസ് കൂടിയാലോ ഏത് ഷേപ്പ് ആകും? ഇൻവേർട്ടഡ് ആയിട്ട് മാറും. അപ്പൊ കാരണം എന്താ? പ്രൈമറി പ്രൊഡ്യൂസറിനേക്കാൾ ബയോമാസ് കൂടുതലാണ് ആർക്ക്? പ്രൈമറി കൺസ്യൂമറിന്. അതുകൊണ്ടാണ് ഇത് ഇൻവേർട്ടഡ് ആകാൻ കാരണം. ഓക്കെ മക്കളെ, നമ്മള് ഇതിന് വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യനും പറഞ്ഞിട്ടുണ്ട്, വേഗം പറഞ്ഞിട്ടുണ്ട് മക്കളെ. ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യുന്നത്. സാറേ നിങ്ങൾ എന്തുകൊണ്ടാ സാർ ഇവിടെ നിർത്തിയത്? അതാണ് എന്റെ ചോദ്യം. നിങ്ങളുടെ ചോദ്യം അതാ, സാർ എന്തുകൊണ്ട് ഈ ക്വസ്റ്റ്യനിൽ നിർത്തി? 2022 മോഡലിൽ നിർത്തിയും ചോദിച്ചാൽ പിന്നെ അങ്ങോട്ടുള്ള കോട്ടിലോ ഇതിന്റെ തന്നെ റിപ്പീറ്റേഷനാ. ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഓർക്കേണ്ടത് ഇനി ഒരു സാധനം കൂടെ പഠിച്ചു വെക്കണം. ഏതാണെന്നറിയോ? മാൻമെയ്ഡ് എക്കോസിസ്റ്റത്തിന് എക്സാമ്പിൾ. മാൻമെയ്ഡ് എക്കോസിസ്റ്റത്തിന് എക്സാമ്പിൾ ഏതാ? നിങ്ങൾ കണ്ടുപിടിക്കണം. ഏതാ? അക്വേറിയം ആൻഡ് ക്രോഫീൽഡ്. അടുത്ത ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? പ്രൊഡക്ടിവിറ്റി നമ്മളെല്ലാം പറഞ്ഞു. ഫ്രാഗ്മെന്റേഷനിൽ ഹ്യൂമസിന്റെ പ്രോപ്പർട്ടി എന്താ സാറേ? ഡാർക്ക് കളേർഡ് ആണ്, ഹൈലി റെസിസ്റ്റന്റ് ടു മൈക്രോബ് ആണ്, അമോർഫസ്, ഷേപ്പ് ഇല്ല, റിസർവോയർ ഓഫ് ന്യൂട്രിയന്റെ കലവറയാണ്. അടുത്ത എക്സ്പാൻഡ് പാർ എന്ന് പറഞ്ഞാൽ എന്താ? ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ. പിന്നെ 10%ലോ എന്താന്ന് പഠിക്കണം. 10%ലോ എന്താന്ന് പഠിക്കണം. GFC DFC നമ്മളെ വ്യത്യാസങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ പഠിക്കേണ്ടതാ സ്റ്റാൻഡിങ് ക്രോപ്പ് പഠിച്ചു വെക്കണം. ഈ ചാപ്റ്ററിൽ സ്റ്റാൻഡിങ് ക്രോപ്പ് എന്താന്ന് പഠിക്കണം. എന്താ സ്റ്റാൻഡിങ് ക്രോപ്പ്? എമൗണ്ട് ഓഫ് ബയോമാസ് അറ്റ് ഈച്ച് ട്രോഫിക് ലെവൽ. ഓരോ ട്രോഫിക് ലെവലിലും എത്ര ബയോമാസ് ഉണ്ട്? ഓരോ ട്രോഫിക് ലെവലിലെയും ബയോമാസിന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റാൻഡിങ് ക്രോപ്പ്. അടുത്ത നമ്മൾ ഏതാ പഠിക്കണ്ടേ? പിരമിഡ് വരുമ്പം 2 ഷേപ്പ്. എന്താ? അപ്രൈറ്റ് ഉണ്ട് സാർ, ഇൻവേർട്ടഡ് ഉണ്ട്. പിന്നെ 3 ടൈപ്പ്: പിരമിഡ് ഓഫ് ബയോമാസ്, പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് എനർജി. പിന്നെ എന്ത് പഠിക്കുക? ലിമിറ്റേഷൻ പഠിച്ചു വെക്കുക. ഇവിടുത്തെ മെയിൻ പരിപാടി പിരമിഡ് ഓഫ് എനർജി എപ്പോഴും എന്താ സാറേ? അപ്രൈറ്റാ. പഠിച്ചു വെച്ചോ 10%ലോ. കാരണം പിരമിഡ് ഓഫ് നമ്പറോ അപ്രൈറ്റും കിട്ടും, ഇൻവേർട്ടഡ് എവിടെ കിട്ടുക? ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ. പിരമിഡ് ഓഫ് ബയോമാസോ അപ്രൈറ്റും കിട്ടും, ഇൻവേർട്ടഡും കിട്ടും. ഇൻവേർട്ടഡ് എവിടെ? അക്വാട്ടിക്. പോണ്ട്, റിവർ, ലേക്ക്, അതൊക്കെയാണ് അക്വാട്ടിക്. ഇത് പഠിച്ചു വെച്ചാൽ പിരമിഡിലെ ഏത് ക്വസ്റ്റ്യനും ചെയ്യാം മക്കളെ. നമ്മൾ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞ ചാപ്റ്റർ വേഗം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ലെക്ചറുകൾ, ഇങ്ങനെയുള്ള 5 ചാപ്റ്ററിന്റെ പ്രീവിയസ് ഇയർ ഡിസ്കഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ച് തന്നെ ചാപ്റ്റർ ഫുള്ള് കംപ്ലീറ്റ് ആക്കുന്ന രീതിയിൽ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ എൻ്റെ മക്കൾ ഒന്ന് കമന്റ് ചെയ്തേക്കണേടാ. താങ്ക് യു. പഠിച്ചേക്കണേടാ.